ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സും റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് JBL C100SI എന്നുള്ള ഇയർഫോൺ ആണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ JBL C100SI എന്നുള്ള മോഡലിലുള്ള ഇയർഫോൺ. ഈ ഒരു ഇയർഫോൺ ഓറഞ്ച് വൈറ്റ് കളറിലുള്ള ഒരു ബോക്സിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബോക്സിൻ്റെ സൈഡിലും ബാക്കിലുമായിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. JBL സൗണ്ട് സിഗ്നേച്ചർ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കംഫർട്ടബിൾ 1 ബട്ടൺ യൂണിവേഴ്സൽ റിമോട്ട് ഓർ മൈക്ക്, ഇയർ ടിപ്സ് ഇൻ 3 സൈസസ്. ഈ ഒരു ഇയർഫോൺ 1300 രൂപയാണ് ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോൺ സൈറ്റിലൂടെ നമുക്കിതിന് വെറും 550 രൂപയ്ക്ക് ഇത് കിട്ടുന്നതാണ്. ഈ ഒരു ഇയർഫോൺ നമുക്ക് 3 കളർ വേരിയൻറ്റിലായിട്ടാണ് ലഭിക്കുന്നത്: റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ നമുക്കിത് നേരെ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇയർഫോണിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ യൂസർ മാനുവലും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇയർഫോണിൻ്റെ കൂടെ തന്നെ 2 സൈസിലുള്ള ഇയർബഡ്സും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വയറിന് നല്ല അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഓരോ ഇയർഫോണിലും നമ്മൾ ഏത് ചെവിയിലാണ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ ലെറ്റർ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് ഇയറിൽ വെക്കാനുള്ളതിന് L എന്നും റൈറ്റ് ഇയറിൽ വെക്കാനുള്ളതിന് R എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേളത്തെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഇയർഫോൺ കുറച്ച് ചരിഞ്ഞായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെവിയിൽ പെർഫെക്റ്റ് ഫിറ്റായിട്ടിരിക്കാനും പുറത്തോട്ട് ചാടി വരാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർഫോണിൽ JBLൻ്റെ ലോഗോയും കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഇയർഫോണിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ്റെ റിവ്യൂയിലേക്ക് പോകാം. റിവ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് നോക്കാം. പോസിറ്റീവായിട്ട് നമുക്ക് പറയുമ്പം ഈ ഒരു ഇയർഫോണിൽ നിന്നും നല്ല ലൗഡായിട്ടും ക്ലിയറും ആയിട്ടുള്ള നമുക്ക് സൗണ്ട് ഇതിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ബേസ് നമുക്ക് നിന്നും കേൾക്കാൻ പറ്റും. ഈ ഒരു ഇയർഫോണിൻ്റെ മൈക്കിൻ്റെ അടുത്തായിട്ടുള്ള യൂണിവേഴ്സൽ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ നമുക്ക് ഗൂഗിളുടെ വോയിസ് അസിസ്റ്റൻറ്റും എല്ലാം നമുക്ക് വർക്കാവുന്നതാണ്. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഇയർഫോണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയർഫോൺ നമ്മുടെ ചെവിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇയർഫോൺ വെച്ചുമല്ല നമുക്ക് കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ വോയിസ് നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ചില ഇയർഫോണും ഹെഡ്ഫോണിനും ഒക്കെ അതിൻ്റെ ജാക്കിൻ്റെ അടുത്തുള്ള വയറിന് L ഷേപ്പ് ആയിരിക്കും, ഇതുപോലെ. എന്നാൽ നമ്മുടെ ഇയർഫോണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിടന്നുകൊണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഒടിയാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു ഇയർഫോണെ പറ്റി പൊതുവെ പറയാമെന്നുണ്ടെങ്കിൽ 550 രൂപയ്ക്ക് കിട്ടാവുന്നതിലുള്ള നല്ല ഫീച്ചറുകളെല്ലാം ഉള്ള ഒരു നല്ലൊരു ഇയർഫോൺ തന്നെയാണിത്. കൂടുതൽ വിലയുള്ള ഹെഡ്ഫോൺ ഇയർഫോണും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നല്ലൊരു ഇയർഫോൺ തന്നെയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.